السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ അൻഫാൽ 41 മുതലുള്ള വചനങ്ങളിലേക്ക്. ബദർ യുദ്ധശേഷം യുദ്ധാർജിത മുതലുകളുടെ വിഭജനം സംബന്ധിച്ച് ചിലർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായി. സൂറത്തുൽ അൻഫാൽ ആരംഭിക്കുന്നത് തന്നെ യുദ്ധാർജിത മുതലുകളെപ്പറ്റി താങ്കളോട് അവർ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഏതെങ്കിലും വസ്തുക്കളെ ചൊല്ലി കുട്ടികൾക്കിടയിൽ തർക്കമോ വഴക്കോ ഉണ്ടായാൽ മാതാപിതാക്കൾ സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ, ആർക്കുമില്ല. ഇതിനായി ആരും വഴക്കിടുകയും വേണ്ട, കഴിഞ്ഞല്ലോ എന്ന നിലപാട്. ശേഷം അവർ ശാന്തരായ ശേഷം അത് വിഭജിച്ചു നൽകുകയും ചെയ്യും. ഈ നിലപാട് തന്നെയാണ് അള്ളാഹുവും ഇവിടെ അനുവർത്തിച്ചിരിക്കുന്നത്. സൂറയുടെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞു, യുദ്ധാർജിത മുതലുകൾ അള്ളാഹുവിനും റസൂലിനും ഉള്ളതാണ്, മറ്റൊന്നും പറഞ്ഞതുമില്ല. എന്നാൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കി തീർക്കുകയും അള്ളാഹുവെ സൂക്ഷിക്കുകയും വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇവിടെ 41-ാം വാക്യത്തിൽ അവകളുടെ വിഭജനം എപ്രകാരമായിരിക്കണമെന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. യുദ്ധത്തിൽ നേടിയ സ്വത്തിന്റെ 4 ഭാഗവും പടയാളികൾക്ക് വിഭജിച്ച് നൽകേണ്ടതാണ്. ബാക്കി വരുന്ന 1/5 വീണ്ടും 5 ഭാഗിക്കുകയും ഒരു ഭാഗം അള്ളാഹുവിനും റസൂലിനും അഥവാ മതപരമായ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കണം. ഒരു ഭാഗം ബനു ഹാഷിം, ബനു മുത്തലിബ് കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് അവരുടെ ത്യാഗങ്ങളെ മുൻനിർത്തിയാണിത്. മറ്റ് ഭാഗങ്ങൾ അനാഥർ, സാധുക്കൾ, വഴിപോക്കർ എന്നിവർക്ക് വിഭജിച്ച് നൽകണം. തുടർന്ന് കേൾക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعلموا أنما غنمتم من شيء فأن لله خمسه وللرسول ولذي القربى واليتامى والمساكين وابن السبيل إن كنتم آمنتم بالله وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير. നിങ്ങൾ യുദ്ധത്തിൽ നേടിയെടുത്ത ഏതൊരു വസ്തുവിൽ നിന്നും അതിൻ്റെ 1/5 അള്ളാഹുവിനും റസൂലിനും, റസൂലിന്റെ അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും പാവപ്പെട്ടവർക്കും വഴിപോക്കർക്കും ഉള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അള്ളാഹുവിനും സത്യാസത്യ വിവേചനത്തിന്റെ ദിവസത്തിൽ അഥവാ ആ 2 സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിവസത്തിൽ നമ്മുടെ ദാസന്റെ മേൽ നാം അവതരിപ്പിച്ചതിനും നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഏതൊരു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. സത്യാസത്യ വിവേചനത്തിന്റെ ദിനമെന്നാണ് ബദർ ദിനത്തെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ദാസന്റെ മേൽ അവതരിപ്പിച്ചത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ബദറിനോടനുബന്ധിച്ച് അള്ളാഹു നൽകിയ പ്രത്യേക അനുഗ്രഹങ്ങളായ മലക്കുകളുടെ സാന്നിധ്യവും സഹായവും, മഴയിലൂടെ ലഭിച്ച ആശ്വാസം, നിദ്രാമയക്കം മൂലമുണ്ടായ സമാധാനം തുടങ്ങിയവകളാണ്. ബദർ യുദ്ധത്തിന്റെ രേഖാചിത്രങ്ങളാണ് അള്ളാഹു വരച്ചു കാണിക്കുന്നത്. കേൾക്കുക. إذ أنتم بالعدوة الدنيا وهم بالعدوة القصوى والركب أسفل منكم ولو تواعدتم لاختلفتم في الميعاد ولكن ليقضي الله أمرا كان مفعولا ليهلك من هلك عن بينة ويحيى من حي عن بينة وإن الله لسميع عليم. നിങ്ങൾ താഴ്വരയിൽ മദീനയോട് അടുത്ത ഭാഗത്തും അവർ അകന്ന ഭാഗത്തും സാർത്ഥവാഹ സംഘം നിങ്ങളെക്കാൾ താഴെയുമായിരുന്ന സന്ദർഭം ഓർക്കുക. നിങ്ങൾ അന്യോന്യം പോരിനെ നിശ്ചയിച്ചിരുന്നുവെങ്കിൽ നിശ്ചയം നിറവേറ്റുന്നതിൽ നിങ്ങൾ ഭിന്നിക്കുമായിരുന്നു.
പക്ഷേ ഉണ്ടാകേണ്ട ഒരു കാര്യം അള്ളാഹു നിർവഹിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അതായത് നശിച്ചവർ വ്യക്തമായ തെളിവ് കണ്ടുകൊണ്ട് നശിക്കുവാനും ജീവിച്ചവർ വ്യക്തമായ തെളിവ് കണ്ടുകൊണ്ട് ജീവിക്കുവാനും വേണ്ടി. തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ബദറിൽ മുസ്ലിംകളും ശത്രു സൈന്യവും ഏറ്റുമുട്ടിയത് മുൻകൂട്ടിയുള്ള തീരുമാനത്തിന്റെയോ മുൻ നിശ്ചയപ്രകാരമോ ആയിരുന്നില്ല. ബദറിൽ സത്യവും അസത്യവും നേർക്കുനേർ മാറ്റുരയ്ക്കണം എന്നത് അള്ളാഹുവിന്റെ ആസൂത്രണവും തീരുമാനവും തന്നെയായിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. എന്തിനു വേണ്ടിയായിരുന്നു ഇതെന്ന് ആയത്തിലൂടെ അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരുന്നു. 3 സംഘങ്ങൾ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം മദീനയോട് അടുത്ത ഭാഗത്തും അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ശത്രു സൈന്യം മദീനയോട് അകന്ന ഭാഗത്തുമാണ് നിലയുറപ്പിച്ചത്. 3ാമത് സംഘം അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘമാണ്. അവർ ചെങ്കടൽ തീരം വഴി മക്കയിലേക്ക് കടന്നുകളയുകയായിരുന്നു. ഇദ് യുരീകഹുമുല്ലാഹു ഫീ മനാമിക ഖലീലാ വലൗ അറാകഹും കസീറൻ ലഫശിൽതും വലതനാസഅതും ഫിൽ അംരി വലാകിന്നല്ലാഹ സല്ലം ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. അവരെ, അതായത് ശത്രുക്കളെ, അള്ളാഹു താങ്കളുടെ സ്വപ്നത്തിൽ കുറച്ചു പേർ മാത്രമായി കാണിച്ച് തന്നിരുന്ന സന്ദർഭം ഓർക്കുക. താങ്കൾക്ക് അവരെ അധികമായി കാണിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ ധൈര്യം ക്ഷയിക്കുകയും കാര്യത്തിൽ നിങ്ങൾ ഭിന്നിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അള്ളാഹു രക്ഷിച്ചു. തീർച്ചയായും അള്ളാഹു ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാകുന്നു. وَإِذْ يُرِيكُمُوهُمْ إِذِ الْتَقَيْتُمْ فِي أَعْيُنِكُمْ قَلِيلًا وَيُقَلِّلُكُمْ في أعينهم ليقضي الله أمرا كان مفعولا وإلى الله ترجع الأمور. നിങ്ങൾ കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ നിങ്ങളുടെ ദൃഷ്ടിയിൽ നിങ്ങൾക്ക് അവരെ അവൻ കുറച്ച് മാത്രമായി കാണിക്കുകയും അവരുടെ ദൃഷ്ടിയിൽ നിങ്ങളെ എണ്ണം കുറച്ച് കാണിക്കുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക. നടക്കേണ്ടതായ ഒരു കാര്യം അള്ളാഹു നിർവഹിക്കുവാൻ വേണ്ടി അത്രയത്. അള്ളാഹുവിങ്കലേക്കാണ് കാര്യങ്ങൾ മടക്കപ്പെടുന്നത്. ബദറിൽ ഇരുവിഭാഗത്തെയും അള്ളാഹു എണ്ണത്തിൽ വളരെ കുറച്ചു പേർ മാത്രമായി പരസ്പരം കാണിക്കുകയായിരുന്നു. ഇരുവിഭാഗത്തിന്റെയും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും അനായാസം വിജയിച്ചു കയറാം എന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കുന്നതിനും വേണ്ടിയായിരുന്നു ഇത്. അനിവാര്യമായ ബദർ യുദ്ധം സംഭവിക്കണമെന്നതും സത്യവും അസത്യവും വേർതിരിയണമെന്നതും അള്ളാഹുവിന്റെ നിശ്ചയമായിരുന്നു. യുദ്ധവുമായി ബന്ധപ്പെട്ട് അള്ളാഹു നൽകുന്ന ചില മാർഗനിർദ്ദേശങ്ങളാണ് തുടർന്നു വരുന്ന വചനങ്ങളിൽ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതൂ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരു സൈനിക സംഘത്തെ കണ്ടുമുട്ടിയാൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവെ അധികമായി ഓർമ്മിക്കുകയും ചെയ്യുക. നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. വഅതീഉല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതഫ്ശലൂ വതദ്ഹബ റീഹുകും വസ്ബിറൂ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അള്ളാഹുവേയും അവന്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. എങ്കിൽ നിങ്ങൾക്ക് ധൈര്യക്ഷയം നേരിടുകയും നിങ്ങളുടെ വീര്യം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. നിങ്ങൾ ക്ഷമിക്കുക. തീർച്ചയായും അള്ളാഹു ക്ഷമാശീലരുടെ കൂടെയാകുന്നു. യുദ്ധമുഖത്ത് ധീരതയോടെ നിലയുറപ്പിക്കണമെന്നും അള്ളാഹുവെ ധാരാളമായി ഓർക്കുകയും അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും സകലതും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും വേണം.
അള്ളാഹുവേയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പൂർണ്ണമായും അനുസരിക്കണം. ശത്രുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. കണ്ടുമുട്ടിയാൽ ക്ഷമ മുറുകെ പിടിക്കുകയും ധൈര്യസമേതം മുന്നേറുകയും ചെയ്യുക. പരസ്പരം ഭിന്നിച്ചു പോകുന്നതിനെ അള്ളാഹു ശക്തമായ ഭാഷയിൽ വിലക്കുന്നു. ഭിന്നത നിങ്ങളുടെ ധൈര്യം ക്ഷയിപ്പിക്കും, നിങ്ങളുടെ ആത്മവീര്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഭിന്നത പരാജയത്തിലേക്കുള്ള വഴിയാണ് തുറക്കുക. എല്ലായ്പ്പോഴും ക്ഷമ അവലംബമാക്കുക, ക്ഷമ മുറുകെ പിടിക്കുക. ക്ഷമാശീലരെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാണെന്ന സന്തോഷ വാർത്തയും നൽകുന്നു. ولا تكونوا كالذين خرجوا من ديارهم بطرا ورئاء الناس ويصدون عن سبيل الله والله بما يعملون محيط. ഗർവോടുകൂടിയും ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുവാൻ വേണ്ടിയും തങ്ങളുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടവരെ പോലെ നിങ്ങളാകരുത്. അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അബൂജഹലിന്റെ നേതൃത്വത്തിൽ മക്കയിൽ നിന്നും പുറപ്പെട്ട ഖുറൈശി സൈന്യത്തിന്റെ പടപ്പുറപ്പാടാണ് ഇവിടെ പരാമർശിക്കുന്നത്. അഹങ്കാരത്തോടെയുള്ള പുറപ്പെടലായിരുന്നു അവരുടേത്. സൈന്യത്തിന്റെ ഒരു നേരത്തെ ആഹാരത്തിന് 10ഓളം ഒട്ടകങ്ങളെയാണ് അറുത്തിരുന്നത്. മദ്യം നിറച്ച വീപ്പകൾ പ്രത്യേകം സജ്ജീകരിച്ചിരുന്നു. സൈന്യത്തിന് ആവേശം പകരാൻ നർത്തകികളായ സ്ത്രീകൾ എന്നുവേണ്ട സകല സന്നാഹങ്ങളുമായാണ് അവർ പുറപ്പെടുന്നത്. വഴിമധ്യേ തന്നെ അബൂ സുഫിയാൻ അയച്ച സന്ദേശവാഹകൻ അവരിലെത്തി. കച്ചവട സംഘം സുരക്ഷിതമായി മക്കയോട് അടുത്തുകൊണ്ടിരിക്കുന്നു, അതിനാൽ ഇനി ബദറിലേക്ക് പോകേണ്ടതില്ല. ഇതായിരുന്നു സന്ദേശം. സംഘത്തിലെ പലരും അഭിപ്രായപ്പെട്ടു, നമുക്ക് മടങ്ങിപ്പോകാം. കച്ചവട സംഘം സുരക്ഷിതമാണെന്നിരിക്കെ നാം മുസ്ലിങ്ങളുമായി ഏറ്റുമുട്ടേണ്ടതില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടവരെ എല്ലാം നേതാവായ അബൂജഹൽ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയുമാണ് ഉണ്ടായത്. അയാൾ പ്രഖ്യാപിച്ചു, നാം മുഹമ്മദുമായി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തിട്ടല്ലാതെ മടങ്ങുകയില്ല. ദിവസങ്ങളോളം കുടിച്ചും രസിച്ചും നാം അവിടെ താമസിക്കും. നമ്മുടെ ശക്തി എല്ലാവരും അറിയണം. അങ്ങനെ അഹങ്കാരത്തോടുകൂടി മതിമറന്ന് ആഘോഷിച്ചും സന്തോഷിച്ചും അവർ ബദർ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു. وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ وَقَالَ لا غالب لكم اليوم من الناس وإني جار لكم فلما تراءت الفئتان نكص على عقبيه وقال إني بريء منكم إني أرى ما لا ترون إني أخاف الله والله شديد العقاب. ഇന്ന് ജനങ്ങളിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആരും തന്നെയില്ല. തീർച്ചയായും ഞാൻ നിങ്ങളുടെ സംരക്ഷകനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് അവർക്ക് അവരുടെ ചെയ്തികൾ ഭംഗിയായി തോന്നിച്ച സന്ദർഭവും ഓർക്കുക. അങ്ങനെ ആ 2 സംഘങ്ങൾ അന്യോന്യം കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളിൽ നിന്നും ഞാൻ നിരുത്തരവാദിയാണ്. തീർച്ചയായും നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായും ഞാൻ അള്ളാഹുവെ ഭയപ്പെടുന്നു. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് പിന്മാറിക്കളഞ്ഞു. ബദറിലേക്ക് പുറപ്പെടാൻ ഖുറൈശ് സൈന്യം തയ്യാറായി നിൽക്കുന്ന സന്ദർഭം. അവർക്കിടയിൽ ഒരു പ്രശ്നം ഉയരുകയാണ്. നാം കൂട്ടത്തോടെ മക്കയിൽ നിന്നും പുറപ്പെട്ടു പോവുകയാണ്. അവശേഷിക്കുന്നത് സ്ത്രീകളും കുട്ടികളും മാത്രമാണ്. നമ്മുടെ അസാന്നിധ്യത്തിൽ ബനൂ ബക്കർ ഗോത്രത്തിൽ നിന്നോ മറ്റോ ഒരു അക്രമം മക്കയ്ക്ക് നേരെ ഉണ്ടായാൽ എന്ന ആശങ്ക അവരിൽ ചിലർ പങ്കുവച്ചു. കുറച്ചുകാലം മുമ്പ് ഒരു ഖുറൈശി യുവാവ് ബനൂ ബക്കർ ഗോത്രത്തിലെ ഒരു പ്രധാനിയെ വധിച്ചിരുന്നു. അതിന്റെ പ്രതികാര നടപടി അവരിൽ നിന്ന് ഏത് നിമിഷവും ഉണ്ടായേക്കാമെന്ന് ഖുറൈശികൾ ഭയന്നിരുന്നു. അതുകൊണ്ട് നമ്മൾ കൂട്ടത്തോടെ പുറപ്പെട്ടു പോകുന്നത് നല്ലതല്ല.
കുറച്ചുപേർ ഇവിടെ നിൽക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായം അവരിൽ ഉയർന്നു വന്നു. അദൃശ്യ ലോകത്തു നിന്ന് ഒരാൾ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. ഇബിലീസ് അസ്വസ്ഥമാവുകയാണ്. മുസ്ലിങ്ങൾക്കെതിരെയുള്ള സൈന്യത്തിന്റെ എണ്ണം കുറയുന്നത് നല്ലതല്ലെന്ന് ഇബിലീസിന് അറിയാം. ഇബിലീസിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിന്റെ വളർച്ച തടയണം. അതിനായി മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തണം. അങ്ങനെ ഇബിലീസ് മനുഷ്യരൂപത്തിൽ അവർക്കിടയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇബിലീസ് വന്നിരിക്കുന്നത് സുറാഖ ഇബ്നു മാലിക്കിന്റെ വേഷത്തിലാണ്. ബനൂ ബക്കർ ഗോത്രത്തിന്റെ ഒരു പ്രധാന ഉപഗോത്രമാണ് ബനൂ മുദ്ലിജ്. ബനൂ മുദ്ലിജ് ഗോത്രത്തിന്റെ തലവനാണ് സുറാഖ ഇബ്നു മാലിക്. വേഷപ്രച്ഛന്നനായി വന്ന ഇബ്ലീസ് ഖുറൈശ് സംഘത്തോട് പറഞ്ഞു, ബനൂ ബക്കർ ഗോത്രത്തിൽ നിന്ന് മക്കയ്ക്കെതിരെ യാതൊരു അക്രമവും ഉണ്ടാകില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അക്കാലത്ത് ഒരു ഗോത്ര നേതാവിന്റെ ഉറപ്പിന് വലിയ വിലയാണ് അവർ കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുറൈശികൾക്ക് സമാധാനമായി. ഇബ്ലീസ് അവർക്ക് ശക്തമായ മറ്റൊരു വാഗ്ദാനം കൂടി നൽകി. ഇന്നേ ദിവസം നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല, ഞാൻ നിങ്ങൾക്ക് സഹായിയായി ഉണ്ട്. അങ്ങനെ സംഘം ബദറിലേക്ക് പുറപ്പെട്ടു. സഹായ വാഗ്ദാനം നൽകി അവരെ നയിച്ചു കൊണ്ടുപോകാൻ ഇബ്ലീസും മുന്നിലുണ്ട്. ബദറിൽ എത്തിച്ചേർന്ന സംഘം യുദ്ധസന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കെ ഇബ്ലീസ് ഒരു കാഴ്ച കണ്ടു. അധികം അകലെയല്ലാതെ ഒരു ചരൽക്കുന്നിന് മുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാമയുടെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന മലക്കുകൾ നിലയുറപ്പിച്ചിരിക്കുന്നു. ഇബ്ലീസ് ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. പിന്മാറാൻ ഭാവിച്ച ഇബ്ലീസിനെ ഒപ്പമുള്ളവർ തടയാൻ ശ്രമിച്ചു. എന്തുപറ്റി? നിങ്ങൾ ഞങ്ങളുടെ സംരക്ഷകനായി ഒപ്പം കൂടിയതല്ലേ? ഇബ്ലീസ് അവരോട് പറഞ്ഞു, നിങ്ങൾ കാണാത്ത പലതും ഞാനിവിടെ കാണുന്നു. ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഒന്നിനും ഞാൻ ഉത്തരവാദിയുമല്ല. ഞാൻ അള്ളാഹുവെ ഭയപ്പെടുന്നു. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഇത്രയും പറഞ്ഞ് സാക്ഷാൽ ഇബ്ലീസ് അവിടെ നിന്നും ഓടി മറയുകയായിരുന്നു. ഇവിടെ നാം ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇബ്ലീസ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. പ്രലോഭനങ്ങളിൽ പെടുത്തിയും വ്യാമോഹങ്ങൾ നൽകിയും തെറ്റിനെ ശരിയാക്കി കാണിച്ചും മനുഷ്യനെ നയിച്ചു കൊണ്ടുപോവുകയും ഒടുവിൽ പിന്മാറിക്കളയുകയും ചെയ്യുന്ന ഇബ്ലീസിന്റെ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. സാക്ഷാൽ ഇബ്ലീസാണ് പറയുന്നത്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും ഞാൻ അള്ളാഹുവെ ഭയപ്പെടുന്നുവെന്നും. ചിന്തിക്കുക. സൂറത്തുൽ അൻഫാൽ 41 മുതൽ 48 വരെ വചനങ്ങളാണ് നാം മനസ്സിലാക്കിയത്. 49 മുതൽ ഇൻഷാ അള്ളാഹ് അടുത്ത ഭാഗത്ത്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.